Hi guys, welcome back to Angi's Point. നമ്മള് വാൾമാർട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഡോളറാമയിലേക്കാണ് പോകുന്നത്. വേറൊരു കോംപ്ലക്സ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട്, ഫുഡ് ബേസിക്സ്, ഡോളറാമ എല്ലാം കൂടെ ഒരുമിച്ചുള്ള സ്ഥലമാണ്. ഇതിപ്പോ വൈകുന്നേരം ഒരു 6 മണിയായിട്ടുണ്ട്. ഡോളറാമയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കിച്ചന്റെ അയലിലാണ് നിൽക്കുന്നത്. കിച്ചന്റെ അയലിൽ നമുക്കൊന്നും വേണ്ട, ബട്ട് കാഷ്വൽ ബ്രൗസിംഗ് ഇസ് that we enjoy doing very much. I hope we don't end up buying a lot of stuff. So let's take a look. സോ ഞങ്ങൾ ഡോളറാമയിൽ മെയിനായിട്ട് വന്നത് സ്കെയിലിംഗ് സൊല്യൂഷൻ വാങ്ങാനാണ്. അപ്പം നമ്മുടെ കെറ്റിലിനകത്ത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ലൈം സ്കെയിൽസ് വരാറുണ്ട്, ലൈം സ്റ്റെയിൻസ്. അപ്പം നമ്മളത് സാധാരണ വിനിഗറും നമ്മുടെ നാരങ്ങ മുറിച്ചിട്ടിട്ട് സ്ലൈസ് ആക്കിയിട്ടിട്ട് ബോയിൽ ചെയ്തിട്ട് അങ്ങനെയൊക്കെയായിരുന്നു കളഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു സ്കെയിലിംഗ് സൊല്യൂഷൻ നമുക്ക് വേറെ വാങ്ങാൻ കിട്ടും, അപ്പോൾ അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കാൻ വന്നത്, പക്ഷേ എക്സാക്ട്ലി ആ സാധനം അല്ല കിട്ടിയത്. പക്ഷെ ഇത് ലൈം സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള അയിലാണ് ഡോളറാമ വരുമ്പോൾ. ഐ തിങ്ക് നമുക്ക് കുറേ വിന്റർ ഒക്കെ ഉള്ള സമയത്ത് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഹിയർ. ആൻഡ് ഐ ഓൾസോ തിങ്ക് ഇങ്ങനത്തെ ചീപ്പർ ഓപ്ഷൻ ഇസ് good, like economically it's good because നമുക്ക് കുറേ different types of gloves ഉണ്ട്, and you have the sock section which is also very nice. ഒരുപാട് types of socks ഉണ്ട്. Some of my favorites are from Dollarama. I always go with this one. If I don't find anything from here, then I go for online shopping. Though ഒരു must have that I always buy from Dollarama is this one here. See, എൻ്റെ സ്റ്റോക്കിൻസ് ഞാൻ എപ്പോഴും ഇവിടുന്ന് വാങ്ങിക്കുന്നത്. ബ്ലാക്കും ഞാൻ വാങ്ങിക്കും, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫുൾ സൈസ്. ബ്ലാക്കും വാങ്ങിക്കാറുണ്ട്, എൻ്റെ ബോഡി ഷെയ്ഡും ഞാൻ വാങ്ങിക്കാറുണ്ട്. ഐ ഓൾസോ ഹാവ് ദീസ് വൺസ് ആസ് വെൽ, ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് മോർ കൺവീനിയൻറ്റ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ദാറ്റ് ഐ ഓൾവേസ് ഹാവ്. വീട്ടിൽ ഞാനൊരു 3-4 എക്സ്ട്രാ വാങ്ങിച്ചു വെക്കും, കാരണം ഇത് നമുക്കറിയാം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വോൺ ഔട്ട് ആവും. സോ ഐ ഓൾവേസ് ഹാവ് ദിസ് ഇൻ സ്റ്റോക്ക്. I've also got my gloves from here. I think it's 1 year old, I believe. So ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഗ്ലൗസ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഗ്ലൗസ് ഇങ്ങനെ ഊരിയിട്ട് പോക്കറ്റ് വെക്കുമ്പോൾ ചിലപ്പോൾ പോക്കറ്റ് വീഴാതെ താഴേക്ക് പോകും. സോ ഐ ഓൾവേസ് ഹാവ് ഗ്ലൗസ്. ഐ ബൈ ഫ്രം ഹിയർ. ഇവിടെ അടിപൊളി കളക്ഷൻ ഓഫ് സ്കാർഫ് ഉണ്ട് for $3 or $4, not more than $5, that's for sure. ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം when we came here before winter, we always make sure that we have winter goodies before winter comes. നമ്മുടെ സ്കാർഫ് ഇവിടെ നിന്നാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത്. They have an amazing collection. Some of them are replicas of branded ones. So I love the scarves here. See? And you've got the beanies. നമ്മൾ ഡോളറാമയിൽ നിന്ന് വെളിയിലിറങ്ങി. ഡോളറാമയിൽ തൊട്ടടുത്ത സ്റ്റോറാണ് ഫുഡ് ബേസിക്സ്. സോ ഫുഡ് ബേസിക്സിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം. നമ്മള് ഫുഡ് ബേസിക്സിലാണ് വന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആപ്പിൾ. നമുക്കിവിടെ ഏറ്റവും അവൈലബിൾ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും വീടിന് വെളിയിലൊക്കെ ആപ്പിൾ ട്രീസ് ഉണ്ടെങ്കിൽ പോലും there are different types that taste different, that has different textures, and ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് there are different types that are exported from US most of the times. അപ്പോൾ അതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് the honey crisps apples. Just like the name says, it's sweet and at the same time നല്ല ക്രിസ്പിയാണ്. നാട്ടിലെ അമ്മ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്, she used to get us apples that are like sponge like. അതെനിക്ക് ഇഷ്ടമല്ല, and she used to say that കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതിന്റെ പ്യൂരെ പോലെയൊക്കെ ആക്കി നമുക്ക് തരുമായിരുന്നു പറയുമായിരുന്നു. പക്ഷെ I'm not a big fan of that texture. Honey crisp on the other side, it tastes really fresh. So നിങ്ങൾ ആപ്പിൾ കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ I would definitely recommend you to give it a try and you will fall in love with apple. So I'm into that category where apple a day keeps the doctor away kind of thing. So I always end up buying honey crisps. പണ്ട് ഇതിന് വില കുറവായിരുന്നു. ഇപ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അറൌണ്ട് $2.98, which means almost $3 ആണ്. ഇത് പ്രോഡക്റ്റ് ഓഫ് ഒണ്ടേരിയോ ആണ്, ബട്ട് ഐ ഡോണ്ട് നോ വൈ ദേ ആർ സെല്ലിംഗ് ഇറ്റ് ഫോർ ദിസ് ഹ്യൂജ് പ്രൈസ്.
this might not be huge for people, but it's a huge price for me because I have it every single day. ഇത് പണ്ട് എനിക്ക് തോന്നുന്നു was like $1 or less than $1. It was on some kind of offer. So we are going to get some honey crisp right now. So next thing നമ്മൾ ഇപ്പം എടുക്കാൻ പോകുന്നത് പഴമാണ് കേട്ടോ. ഇൻഫാക്ട് കാനഡയിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ പഴമാണ് ആണല്ലേ. ഞാനൊരു റിസർച്ചിൽ കണ്ടപ്പോൾ വാൾമാർട്ടിലാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പഴം. നമുക്ക് ആകെ ഈ ഒരു ഒറ്റ വേരിയന്റ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഓർഗാനിക്കും നോർമലും പ്രീമിയം ബനാനാസ്. ഇത് മറ്റേ നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് പോലെയാണ്. സ്കിൻ കണ്ടോ പച്ച കളർ മഞ്ഞ കളറിലായിരിക്കുന്നത്. ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പഴം. പിന്നെ ഫ്രൂട്ട് ഐറ്റത്തില് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് പെർസിമെൻസ്. എനിക്ക് തോന്നുന്നു ഇപ്പം റീസെന്റ് ആണ് അത് ഭയങ്കര ഫേമസ് ആയിട്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും നാട്ടിൽ വളർത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദ പെർസിമെൻസ് ദാറ്റ് വി ഹാവ് ഹിയർ ഇസ് ഫ്രം USA. ബട്ട് പെർസിമെൻസ് ആസ് ഫർ as I know are an Asian product, especially ചൈനയിൽ ഫസ്റ്റ് ഉണ്ടാക്കിയ സാധനമാണ്. സോ whenever I watch any Asian dramas, അവിടെ സ്ഥിരം ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ മാവൊക്കെ നിൽക്കുന്ന പോലെയാണ് അവരുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ പെർസിമൻ നിൽക്കുന്നത്. സോ വി ഓൾവേസ് എൻഡ് അപ്പ് ഗെറ്റിംഗ് എ പെർസിമൻ. ഇറ്റ്സ് എ ലിറ്റിൽ പ്രൈസി ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. നാട്ടിലെ എനിക്ക് തോന്നുന്നു സപ്പോട്ട ഉണ്ടല്ലോ, ചിക്കു എന്ന് പറഞ്ഞ സാധനം, അതിന്റെ ടേസ്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇറ്റ് കംസ് ഇൻ ഡിഫറെന്റ് ഷേപ്സ്. ഇങ്ങനൊരു പതുങ്ങിയ ഷേപ്പ് അല്ലാതെ ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞാല് ടൊമാറ്റോ, ഇതാണ് ടൊമാറ്റോ ടൈപ്പ്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ സപ്പോട്ടയുടെ ഉള്ളിലുള്ള പോലെ, പക്ഷെ അത്രയും സ്വീറ്റ് അല്ല. പക്ഷെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, നമുക്ക് മടുപ്പ് വരത്തില്ല. വാനില പെർസിമൻസ് ആണ്. പെർസിമൻസ് ഉണ്ട്. They don't taste like how we just described. ഒരുപാട് ഫ്ലേവർ ഉണ്ട്. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഇറ്റ് ആക്ച്വലി ടേസ്റ്റ് ലൈക്ക് നമ്മുടെ നാട്ടിലെ സപ്പോർട്ട പോലെ. സോ നാട്ടിൽ കിട്ടുവാന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കാൻ. മേക്ക് ഷുവർ ദാറ്റ് യു ബൈ ദ റൈറ്റ് വൺസ്. കാരണം ഇത് വിളയാത്തത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഹാവ് എനി ടേസ്റ്റ് അറ്റ് ഓൾ. സോ ഇറ്റ്സ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് മണി. സോ മേക്ക് ഷുവർ ദാറ്റ് യു ബൈ ദ വൺസ് ദാറ്റ് ആർ ലൈക്ക് എ ലിറ്റിൽ സ്ക്വീഷി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പേരാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലെ പേര്. അത് ഏഷ്യൻ യെല്ലോ പേര്. ഇത് എന്താണെന്നറിയോ, സബർജല്ലി നാട്ടില് ആണല്ലേ. അതേപോലെ ഇതും പ്രോഡക്റ്റ് ഫ്രം USA. പക്ഷെ ഇതും കണ്ടു, ഇതിന്റെ ടെക്സ്ചർ നോക്കിയത് ഇതും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ പേര്, ആൻജോ പേസ്. കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുവാണോ എന്ന് അറിയത്തില്ല. പക്ഷെ അതും സബർജല്ലിയുടെ ടെക്സ്ചർ ആണ് ഉള്ളില്. ആണ് ഉള്ളിൽ ഈ പേര് വാങ്ങുന്നത്. പേസ് എന്നാണ് അതിന്റെ പേര്. പക്ഷെ ഇതുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റും ആണ്. ഉള്ളിലെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പേരൊക്കെ ഇല്ലേ, ഇല്ലാതെ പേരൊക്കെ ഇരുന്ന് എങ്ങനെ ഇരിക്കും അതേപോലത്തെ ടെക്സ്ചർ ആണ്. പക്ഷെ ഇതാണ് കുറച്ചും കൂടെ സ്വീറ്റും കുറച്ചും കൂടെ നല്ല പേര്. ഇതെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല പേര്. അപ്പൊ ആരെങ്കിലും ഇവിടുന്ന് പേര് വാങ്ങുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പേഴ്സ് വാങ്ങി ട്രൈ ചെയ്തോക്കെ. I have had this one, the second one, but I hate it. നമ്മ തന്നെ വിചാരിക്കും ഇങ്ങനെ വാടി വീണില്ലേ നാട്ടിൽ, അതേപോലത്തെ എന്നുവെച്ചാൽ ഇത് നമ്മൾ തിന്നതായിട്ട് അറിയത്തില്ല. ലൈക് സ്മൂത്ത് ലൈക്ക് ബട്ടർ പോലെ അങ്ങ് അലിഞ്ഞു പോകും വായില്. But I don't like it. Oh, is it? Okay, I'll go with that then. There is another thing that I wanted to show you. This always reminds me of Achan. Dragon fruit ആണ്. പണ്ട് എനിക്ക് തോന്നുന്നു ബാക്ക് ഇൻ 2015-2014 ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വി ട്രൈഡ്. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി ഇൻ കേരള. വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു അന്ന്. അപ്പോ അന്ന് ഞങ്ങൾ ഒറ്റ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു ഞങ്ങൾ 4 പീസ് ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ കഴിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ദിസ് സ്റ്റിൽ ഇസ് അച്ചൻസ് ഫേവറേറ്റ്. ഇവിടെ വലിയ വിലയില്ല. ഇപ്പൊ ഒരുപാട് ഇക്വഡോറിൽ നിന്ന് വരുന്നതാണ്. But I am not a fan of this. For me it's tasteless. Maybe I'm having the wrong one, but ഇത് എപ്പോഴും I think it's just tasteless. വൈറ്റ് ടേസ്റ്റ്ലെസ് ആണ്. പക്ഷെ എല്ലാരും പറയുന്നുണ്ട് പിങ്ക് നല്ല സ്വീറ്റ് ആണെന്ന് പറയുന്നുണ്ട്. I think next time I will try the pink one, but I haven't seen pink ones yet though. പിന്നെ നമ്മൾ എടുക്കുന്ന സാധനം എന്ന് വെച്ചാല് ഇതാണ് pomegranate. So ഇതിന് അമ്മ എന്താ പറയുന്നേ? പോംസ് ഗ്രാനൈറ്റ്. ഞാൻ പേഴ്സണലി പറയുന്ന പോംസ് എന്ന് മാത്രമേ പറയുള്ളൂ. ഇത് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത്. ഇതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിൽ ഇഷ്ടം പോലെ വിൽക്കുന്ന സാധനമാണ്. ഇതും നമ്മൾ മാതളം അല്ലേ നാട്ടില്? മാതളം എത്രയാ? ഇത് USA ആണ്. ഇപ്പൊ കുറവാട്ടോ ശരിക്കും. ഇതിന് $398 $4 ആയിരുന്നു. ഇപ്പൊ $198 കൊടുക്കുന്നതാണ് പറയുന്നത് അവര്. പെർ പീസ് അല്ലേ? ഓക്കെ. നമ്മള് എഗ് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ചൈനീസ് എഗ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുമ്പേ എഗ് പ്ലാന്റ് അല്ല. എഗ് പ്ലാന്റിന്റെ ഒരു വലിയ ഫാൻ അല്ലായിരുന്നു. പക്ഷെ റീസെന്റ് വി ഹാവ് ഡിസ്കവേർഡ് എ റെസിപ്പി വിച്ച് ഇസ് കോൾഡ് എണ്ണ കത്രിക്ക. തമിഴ് റെസിപ്പി, ബട്ട് ഇറ്റ്സ് ദ ബെസ്റ്റ്.
കണ്ടോ ഒരു മുടി പിന്നിട്ട കുട്ടി ഗാർലിക്. ഇത് പ്രോഡക്റ്റ് ചൈനയാണ്, അതുകൊണ്ട് എത്രയും ക്യൂട്ട് കണ്ടോ, മുടി തിങ്ങി വിട്ടേക്ക് ഇങ്ങോട്ട്. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന സവാള എന്ന് പറയുന്നത് യെല്ലോ ഓണിയൻസ് ആണ്. ഇവിടെ കണ്ടിരിക്കുന്ന ഒരു ചാക്കിനകത്താണ് കിട്ടുന്നത്. എത്ര കിലോ ആണിത്? 4.25 കിലോ. 4.25 കിലോ. എത്ര ഡോളറാണ്? ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് $5. $9 ആണ്, പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഓഫറിലാണ്. ഓക്കെ, $5. ആ. $5. സാധാരണക്കാരുടെ കോൺഫ്ലെക്സ് ഇല്ല ഇവിടെ കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടില് ഹൗസ് പാർട്ടീസ് ആൻഡ് അത് കൈൻഡ് ഓഫ് പാർട്ടീസ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ആൽക്കഹോളിക് വൈൻസ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സം ഓഫ് ദം ആർ ലൈക്ക് കാബർനെറ്റ് സോവിഗ്നോൺ, ഷാർഡനെ, റോസേ വൈൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു കൾച്ചറൽ ഷോക്ക് വന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ക്രിസ്മസിന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ വൈൻ കുടിക്കുമ്പോൾ വി നോ ഓക്കെ ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കും, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. പക്ഷെ ഇവിടുത്തെ ആൽക്കഹോളിക് വൈൻസ് ടേസ്റ്റ് എക്സ്ട്രീംലി ഡിഫറെന്റ് ദാൻ യുവർ എക്സ്പെക്ടേഷൻ. സോ ഞാൻ പാർട്ടീസിലൊക്കെ പോകുമ്പോൾ ഐ നെവർ ഡ്രിങ്ക് ലോട്ട് ഓഫ് വൈൻ ബിക്കോസ് ഐ എം നോട്ട് എ ബിഗ് ഫാൻ. ബട്ട് ആൽക്കഹോളിക് വൈൻസിനെ മാറ്റി നിർത്തിയിട്ട് നോൺ ആൽക്കഹോളിക് വൈൻസ് ആക്ച്വലി ടേസ്റ്റ് ലൈക്ക് ദി വൈൻസ് വി ക്യാൻ പാക്ക് ഹോം. കഴിഞ്ഞ വർഷം റാൻഡമായിട്ട് ഷോപ്പിങ്ങിന് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിരുന്നതാണ് ഈ നോൺ ആൽക്കഹോളിക് വൈൻ. ശരിക്കും ഇതിന് ഗ്രേപ്പ് ജ്യൂസ് 100% എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും എക്സ്പെക്ട്, നല്ലതാണെങ്കിൽ പിന്നെ വാങ്ങാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി വൈനാണ് ഇത്. മെയ്ഡ് ഇൻ സ്പെയിൻ ആണ്, മെയ്ഡ് ഇൻ സ്പെയിൻ. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഫുഡ് ബേസിക്സ് അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് ട്രൈ ചെയ്ത് നോക്കണേ. പ്യുവർ ഹെവൻ, ഔട്ട് ഓഫ് ദ വേൾഡ്. അപ്പൊ അതുകൊണ്ട് ഔട്ട് ഓഫ് ദ വേൾഡ് ഇത് എടുക്കുക വീണ്ടും. പിന്നെ ഇത് അഫോർഡബിളും ആണ് കേട്ടോ, $5 ഉള്ളിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് എഗ് ആണ് കേട്ടോ. ഇവിടെ മീഡിയം എഗ് ഉണ്ട്, ലാർജ് എഗ് ഉണ്ട്. എഗ് തന്നെ പല പല വെറൈറ്റി ഉണ്ട്. അതായത് ഓട്ടിച്ചിട്ട് പിടിച്ച കോഴി, പിന്നെ പാവല് വളർത്തുന്ന കോഴിയുടെ എഗ്, ഒരുപാട് ടൈപ്പ്. ശ്വാസം മുട്ടിച്ച് കൊന്ന കോഴിയുടെ എഗ് ഉണ്ട്, പല പല ടൈപ്പിൽ എഗ് ഉണ്ട്. ഓരോന്നിനും ഓരോരോ റേറ്റ്. അത് ആക്ച്വലി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് കാണിക്കാം. കണ്ടോ, ഫ്രീ റൺ കണ്ടോ, ഫ്രീ റൺ. അതിങ്ങനെ ഓടി നടക്കാൻ അനുവദിച്ചതാണ്. ഫ്രീ റേഞ്ച് ഉണ്ട് എന്ന് പറയുന്നത്, കൂടുണ്ട് ബട്ട് കൂട്ടിനകത്ത് നടക്കാനും ഓടാനും ഉള്ള സ്ഥലം ഉള്ളതാണ് ഫ്രീ റേഞ്ച്. ഫ്രീ റേഞ്ച്. ഇത് ലാർജ് എഗ്സ് ആണ്. നമ്മൾ യൂഷ്വലി ഇങ്ങനെ 30 എണ്ണത്തിന്റെ ട്രേ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ 18 എണ്ണത്തിന്റെ 2 ട്രേ അങ്ങനെയായിരിക്കും എടുക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പം 30 എണ്ണത്തിന് $600. നാട്ടിൽ എത്രയായാലും രൂപയെന്ന് അറിയത്തില്ല. ഒരു 30 എണ്ണത്തിന് $600. ഇത് എക്സ്ട്രാ ലാർജ് എഗ്. അങ്ങനെ പല പല സൈസ് എഗ് തന്നെ ഉണ്ട് ഇവിടെ. Can you open it and show this one? That one. Oh, okay. എക്സ്ട്രാ ലാർജ് നമ്മൾ സങ്കല്പിക്കണം അത് എക്സ്ട്രാ ലാർജ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറെ ഇതൊക്കെ വീഡിയോയില്. പാൽ ഇവിടെ ഇങ്ങനെ കിട്ടും. ഇവിടെ മാത്രമല്ല, നമുക്ക് ടെട്രാ പാക്സിയും കിട്ടും. ഞങ്ങൾ ഇതാ വാങ്ങിക്കുന്നത്, കാരണം ഞങ്ങൾ 3 പേരും ഡെയിലി പാല് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് പാലിന് ഭയങ്കര ചെലവ്. അതുകൊണ്ടുണ്ട് 4 ലിറ്ററിന്റെ പാക്കിലായിട്ട് വരും. ഇതിനകത്ത് തന്നെ പാക്ക് ഓഫ് 3 3 പാക്കാണ് ഇതിനുള്ളിൽ വരുന്നത്. ഒരു ബാഗില് 3 പാക്ക് വരും. ആൻഡ് ഇറ്റ് ഇസ് 4 liters in total. അതുപോലെ നമുക്ക് ഇവിടെ കേടും മിൽക്കും ഒക്കെ ഇതുപോലെ പെർസെന്റേജ് കൊടുത്തിട്ടുണ്ടായിരിക്കും. കണ്ടോ, അപ്പൊ നമുക്ക് എത്ര തിക്നെസ്സിലുള്ള പാലാ വേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾ എപ്പോഴും 2% എടുക്കുന്നത്. ഇതിന് ഏകദേശം അത് നമ്മുടെ ഈ പെർസെന്റേജ് മാറുന്ന അനുസരിച്ച് റേറ്റ് മാറും. ഞങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ 598. അപ്പൊ ഏകദേശം 360 rupees വരും നാട്ടിലെ 4 ലിറ്റർ പാലിന്. അപ്പം ഇതുപോലെ നമ്മൾ പിക്ചേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ആ പിക്ചറിനകത്താണ് നമ്മൾ ഈ ഓരോ പാക്കറ്റും പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇന്ന് വാങ്ങിച്ച നാളെ എക്സ്പയർ ആവും, അങ്ങനെയല്ല. ഇതിപ്പം കണ്ടോ, നമ്മള് ഇന്ന് ഡേറ്റ് December 3rd ആണ്. പക്ഷെ ഇതിന്റെ എക്സ്പയറി വരുന്നത് January 1st വരുന്നുണ്ട്. അപ്പൊ ഏകദേശം 1 month ഇത് ഷെൽഫ് ലൈഫ് ഉള്ള സാധനമാണ്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ കോവയ്ക്കാണ്. പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിൾ ഏതാണെന്ന് കോവയ്ക്കായിരിക്കും. നമ്മുടെ വീട്ടില് പണ്ട് തെരച്ചിന്റെ മുകളിൽ 1 കിലോ കണക്കിന് ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് അമ്മ കിട്ടുന്ന സാധനത്തിനെല്ലാം കോവയ്ക്ക ഇട്ടിട്ട് ഐ ഹേറ്റ് കോവയ്ക്ക. ഒന്നും കഴിക്കാനില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കോവയ്ക്ക വാങ്ങിക്കാണ്. ആക്ച്വലി ഫ്രോസൺ വൺസ് ആണ്. ഇവിടെ കോവയ്ക്ക, മുരിങ്ങയ്ക്ക, പിന്നെ പിന്നെ പാവയ്ക്ക അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഫ്രോസൺ ആയിട്ട് കിട്ടും. ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം. നാട്ടിലെ പോലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. സോ യു കൻ യൂസ് ഇറ്റ് വീട്ടിൽ വരട്ടി, തോരൻ, അങ്ങനത്തെ സാധനമൊക്കെ ഉപയോഗിക്കാറുണ്ട്. So let's go with it for us. Okay, that's it for today. Hope you guys enjoyed the video. We'll see you guys in the next video. Bye.